ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ, ആക്ടഡ് ബൈ പ്രണവ് മോഹൻലാൽ, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ബ്രഹ്മയുഗം, DS ഇറെ. നിങ്ങൾക്കറിയാം, ഒക്ടോബർ 31 റിലീസാകുന്ന സിനിമയാണത്. സോ അതിൻ്റെ ഒരു റിലീസ് ട്രെയിലർ എന്ന പോലെ അവരൊരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വാ. പ്രണവ് മോഹൻലാൽ. Based on some true events. ഞാൻ ഇപ്പോഴും എക്സൈറ്റഡ് എന്ന് തോന്നിക്കുന്നത് എനിക്ക് ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്സ് എന്നാണ്. നടന്ന കാര്യത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തണ്ടറസ് വോയിസ് ആണ്, ഗ്രിപ്പി വോയിസ്, ഹൊറർ ടൈപ്പ് പോലെ. ഞാൻ മുന്നേ ഇതിൻ്റെ ടീസറോ ട്രെയിലർ റിയാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ആ താടി വേഷം ചെയ്യുന്ന ഒരാൾക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടാവും. കാരണം പുള്ളിയെ എല്ലാത്തിലും കാണിക്കുന്നുണ്ട്. മേ ബി ഇനി നമ്മളെ എന്താ പറയുക, വഴിതിരിച്ചു വിടുന്നതുമായിരിക്കാം. Yes, the day of wrath. ലാസ്റ്റ് ആ പ്രാതം പറഞ്ഞ ഷോട്ട് കൊള്ളാം. ആ ലാസ്റ്റ് ആ ബോഡി കിടക്കുന്ന ഷോട്ട്, ആൻഡ് പ്രണവ് ലാസ്റ്റ് ആ വെട്ടുന്ന സീനും കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇത് പ്രണവിൻ്റെ ഒരു കരിയറിലെ ഒരു കിടിലൻ ബ്രേക്ക് ത്രൂ ആയിരിക്കും. ആൻഡ് ഈ സിനിമ ഹിറ്റ് ഫ്ലോപ്പ് അതിനേക്കാളും ഇത് പ്രണവിൻ്റെ കരിയറിലെ ഒരു അഭിനയ മുഹൂർത്തമുള്ള ഒരു നല്ലൊരു സിനിമയായിരിക്കും. അതായത് ഒരു ചേഞ്ചൊക്കെ കാണുന്നുണ്ട്. ട്രെയിലർ തന്നെ ഇമ്പ്രസീവാണ്. ആൻഡ് ഞാൻ സിനിമ കാണാനും വലിയ എക്സൈറ്റഡ് ആണ്. കാരണം എന്തായിരിക്കും രാഹുൽ സദാശിവൻ ഹൊറർ ടൈപ്പിൽ പ്രണവിനെ കൊണ്ട് ചെയ്തിരിക്കുന്നതെന്ന്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഈ ട്രെയിലർ റിലീസ് ചെയ്തതിന് ശേഷം മോഹൻലാൽ ലാലേട്ടൻ DP ചുവപ്പ് DP ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആക്കിയെന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ DPയിൽ ഒരു റെഡിഷ് പോലെയൊക്കെ ആക്കി DP ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ചുമ്മാ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇനി ലാലേട്ടൻ ഇൻ കേസ് എന്തെങ്കിലും വോയിസ് ഓവർ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സിനിമയിലുണ്ടോ, ഐ ഹാവ് നോ ഐഡിയ. ബട്ട് ഒക്ടോബർ 31 വരെ കാത്തിരിക്കാം.